ശബരിമല സ്വർണ്ണമോഷണ കേസിൽ ഉടൻ ഇടക്കാല കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. കമലേഷ്, അങ്ങനെ ഇടക്കാല കുറ്റപത്രം സമർപ്പിക്കാൻ പോകുന്നു. അതായത് വിശദമായ അന്വേഷണം നടത്തിയതിനു ശേഷം, പൂർത്തീകരിച്ചതിന് ശേഷമാണ് കുറ്റപത്രം സമർപ്പിക്കാൻ പോകുന്നത് എന്നൊരു കാര്യം കൂടി ഇതിലെ എടുത്തു പറയേണ്ടതുണ്ട്. ഇനിയും ആഴത്തിലേക്ക് കൂടുതൽ അന്വേഷണം പോകുന്നു. നമുക്കറിയാം, പ്രത്യേകിച്ചും 2 കേസുകളാണ് നിലവിലുള്ളത്. ഇനി അങ്ങോട്ട് കൂടുതൽ കേസുകളൊക്കെ വരാൻ പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എങ്ങനെയാണ് സമഗ്ര വിവരങ്ങൾ? ഭദ്ര, തീർച്ചയായും ഇതിൽ നേരത്തെ തന്നെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ നൽകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉടൻ തന്നെ ഇടക്കാല റിപ്പോർട്ട്, ഇടക്കാല കുറ്റപത്രം കൂടി സമർപ്പിക്കാനുള്ള ഒരു നീക്കത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഉള്ളത്. ഏതായാലും ഭദ്ര സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിഷയത്തിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത് വലുതാണ്. അന്വേഷണ സംഘം ഈ അന്വേഷണം ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളല്ല ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. വളരെ കാലം തൊട്ടുള്ള തട്ടിപ്പുകൾ ശബരിമലയിൽ അരങ്ങേറിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ കോൺഗ്രസിൻ്റെ ഭരണകാലത്തുൾപ്പെടെ, കോൺഗ്രസിൻ്റെ ദേവസ്വം ബോർഡ് ഭരിക്കുന്ന ഘട്ടത്തിൽ ഉൾപ്പെടെയുള്ള വലിയ അഴിമതി കഥകൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പുറത്തു വന്നു. അന്ന് ചീഫ് വിജിലൻസ് ഓഫീസറായിരുന്ന വി ഗോപാലകൃഷ്ണ IPS ഈ വിഷയങ്ങളൊക്കെ കൈരളി ന്യൂസിനോട് നേരത്തെ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ മൂന്നാമത് ഒരു കുറ്റപത്രം കൂടി, അല്ലെങ്കിൽ ഒരു കേസ് കൂടി ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യാനുള്ള നീക്കം പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. നിലവിലിപ്പോൾ 2 കേസുകളാണുള്ളത്. ഒന്ന് ഈ കട്ടിളപ്പാളിയിലെ സ്വർണം മോഷണം നടത്തിയതുമായി ബന്ധപ്പെട്ട്, മറ്റൊന്ന് ദ്വാരപാലക ശില്പപാളിയിലെ സ്വർണം മോഷണം പോയതുമായി ബന്ധപ്പെട്ട 2 കേസുകളാണ്. ഇനിയിപ്പോൾ അതിനുശേഷം 2017 ഈ കൊടിമരം മാറ്റി സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട കേസ് ഉള്ളത്. ആ സംഭവം നടന്നിട്ടുള്ളത്. ഇതിൽ കൂടി കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു നീക്കത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം നിലവിലുള്ളത്. അതിൻ്റെ ഭാഗമായി ഈ കേസ് എടുത്തു കഴിഞ്ഞാൽ വിശദമായ അന്വേഷണം ഇതിൻ്റെ ഭാഗമായി നടത്തേണ്ടി വരും. അതിൻ്റെ ഭാഗമായി അന്നത്തെ ഈ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡിൻ്റെ ഭരണസമിതിയിലെ ആളുകളെ ഇത് സംബന്ധിച്ച് ചോദ്യം ചെയ്യേണ്ടതായിട്ട് വരും. അതിൽ അജയ് തറയിൽ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അന്ന് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായിട്ടുള്ള പ്രയാർ ഗോപാലകൃഷ്ണനാണ്. നിലവിലിപ്പോൾ അജയ് തറയിലിനെ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ചോദ്യം ചെയ്യേണ്ട സാഹചര്യമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ അന്ന് ദേവസ്വം സെക്രട്ടറി ആയിരുന്ന VS ജയകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ, അത് VS ശിവകുമാറിൻ്റെ സഹോദരനാണ്. നിരവധി അഴിമതി ആരോപണങ്ങൾ VS ജയകുമാറിനെതിരെയും അന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വിശദമായി ഈ വിഷയം അന്വേഷിച്ചതിന് ശേഷം മാത്രം അന്തിമ കുറ്റപത്രം നൽകാനാണ് നിലവിൽ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. അതിൻ്റെ ഭാഗമായി നിലവിൽ ഇപ്പോൾ ഒരു ഇടക്കാല കുറ്റപത്രം നൽകാനുള്ള ആലോചനയിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഉള്ളത്. ഏതായാലും ഈ കേസിൻ്റെ വ്യാപ്തി നേരത്തെ നമ്മൾ ഈ കേസ് ആരംഭിച്ച ഘട്ടത്തിലുള്ളത് പോലെയല്ല. ആദ്യഘട്ടത്തിൽ നിലവിലെ ദേവസ്വം മന്ത്രിയെയും അന്നത്തെ ദേവസ്വം മന്ത്രിയെയും ഒക്കെ പ്രതികളാക്കാനുള്ള, അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്താനുള്ള ശ്രമം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അവർക്കെതിരെ ചില ദുരാരോപണങ്ങൾ, അടിസ്ഥാനരഹിതമായ വാർത്തകളെല്ലാം തന്നെ പടച്ചുവിടുന്ന നിലയിലേക്ക് കോൺഗ്രസും പ്രതിപക്ഷവും എല്ലാം പോയിരുന്നു. എന്നാൽ നിലവിലിപ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഈ കേസിൻ്റെ കുന്തമുനയെല്ലാം തന്നെ കോൺഗ്രസിന് നേർക്ക് തിരിഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. സോണിയാഗാന്ധിയുടെ വീട്ടിലുൾപ്പെടെ ഈ പ്രതികളെല്ലാവരും പോയി ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കുകയും ഉപഹാരം നൽകുകയും കൂടിക്കാഴ്ച നടത്തുകയും ഒക്കെ, ഒന്നിലധികം തവണ കൂടിക്കാഴ്ച നടത്തുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ടായി. കോൺഗ്രസിൻ്റെ MP അടൂർ പ്രകാശ്, UDF കൺവീനർ കൂടിയാണ്. അടൂർ പ്രകാശ് പല ഘട്ടങ്ങളിലായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തുന്നതും ഉപഹാരം വാങ്ങുന്നതും ഒക്കെയായിട്ടുള്ള തെളിവുകളും ദൃശ്യങ്ങളും ചിത്രങ്ങളും എല്ലാം തന്നെ കഴിഞ്ഞ ദിവസം പുറത്തു വരുന്ന സാഹചര്യമുണ്ട്. അത് കേരളത്തിന് പുറത്ത് ബംഗളൂരുവിലും ഉൾപ്പെടെ എത്തി ഈ പ്രതികളുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് അടൂർ പ്രകാശ് എന്നുള്ളതൊക്കെ തെളിഞ്ഞു വരികയാണ്. ഈ വിഷയങ്ങളെല്ലാം വിശദമായ അന്വേഷണത്തിൻ്റെ ഭാഗമായി വരും എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും ഇതിന് ശേഷമായിരിക്കും ഈ കേസിലെ അന്തിമ കുറ്റപത്രം പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ നൽകുക. ഭദ്ര, കമലേഷ്, നോക്കൂ, ഒരു തന്ത്രി എന്ന് പറയുമ്പോൾ പ്രകാരം ശബരിമലയുടെ സംരക്ഷകനാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആചാര ലംഘനം നടത്താനുള്ള യാതൊരുവിധ അധികാരവുമില്ല. മാത്രമല്ല, ഈ ആചാരങ്ങളൊക്കെ സംരക്ഷിക്കേണ്ട ഒരു വ്യക്തി കൂടിയാണ്. ആദ്യം നോക്കൂ കമലേഷ്, ഈ ചിലരുടെ മൊഴികളിൽ മാത്രമായിരുന്നു തന്ത്രിയുടെ പേരുണ്ടായിരുന്നത്. അതിനുശേഷം അന്വേഷണം ഇങ്ങനെ വ്യാപിക്കുമ്പോൾ അവിടെ നടന്നിട്ടുള്ള പല അഴിമതികളിലും ഈ തന്ത്രിക്ക് പങ്കുണ്ട് എന്നത് വ്യക്തമാകുന്നു. അതിലേറ്റവും പ്രധാനം, കഴിഞ്ഞ ദിവസം നോക്കൂ, ഈ ചില വെളിപ്പെടുത്തലുകളൊക്കെ വരുമ്പോൾ ബാജി വാഹനം കൊണ്ടുപോകുന്നു, അത് തനിക്ക് അവകാശപ്പെട്ടതാണ് എന്നതടക്കമുള്ള ചില പ്രതികരണങ്ങൾ
വരികയാണ്. ഇതറിയാവുന്ന പലർക്കും അദ്ദേഹം ഭീഷണിയുടെ സ്വരം ഉയർത്തുന്നു. അതായത് പുറത്ത് പറയരുത്, പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യും എന്നൊക്കെ രീതിയിലേക്ക് തന്ത്രി മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കാൻ തന്നെയാണ് പോകുന്നത്. നേരത്തെ കമലേഷ് പറഞ്ഞതുപോലെ തന്നെ ഈ മുൻ വിജിലൻസ് ഓഫീസറുടെയൊക്കെ പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട്. അന്നത്തെ കാലത്ത്, അതായത് വർഷങ്ങൾക്ക് മുൻപേ അഴിമതികളൊക്കെ നടത്തിയിട്ടുണ്ട് തന്ത്രിയുടെ നേതൃത്വത്തിൽ. അന്ന് പക്ഷേ തെളിവുകൾ കിട്ടാത്തതിനാൽ മാത്രമാണ് അറസ്റ്റ് ചെയ്യാത്തത് എന്ന് പറയുമ്പോൾ പലർക്കും ഇതിൽ ഇനി വെളിപ്പെടുത്തലുകളൊക്കെ പറയാനുണ്ടാകുമല്ലേ? തീർച്ചയായും പലതരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് സാഹചര്യം. നേരത്തെ ബദ്ർ സൂചിപ്പിച്ചത് ഈ അന്ന് ദേവസ്വം ചീഫ് വിജിലൻസ് ഓഫീസറായിരുന്ന ഗോപാലകൃഷ്ണ IAS ആണ് വലിയ വെളിപ്പെടുത്തൽ കൈരളി ന്യൂസിനോട് നേരത്തെ നടത്തിയിട്ടുള്ളത്. അതിനകത്താണ് ഈ തന്ത്രിയെക്കുറിച്ച് വളരെ കൃത്യമായി പ്രതിപാദിക്കുന്നത്. തന്ത്രിയാണ്, അതായത് ശബരിമലയിലെ എല്ലാ തട്ടിപ്പുകളുടെയും എല്ലാ ക്രമക്കേടുകളുടെയും പ്രഭവ കേന്ദ്രം തന്ത്രിയാണ് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം അന്നത്തെ ചീഫ് വിജിലൻസ് ഓഫീസർ പറഞ്ഞിട്ടുണ്ട്. അന്ന് തന്നെ തനിക്ക് ചില കാര്യങ്ങൾ വ്യക്തമായിരുന്നു. പക്ഷേ കൃത്യമായ തെളിവുകൾ തനിക്ക് ലഭിക്കാത്തത് കൊണ്ടാണ് അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്ന് താൻ പോകാതിരുന്നത് എന്നാണ് ഈ ചീഫ് വിജിലൻസ് ഓഫീസർ കൈരളി ന്യൂസിനോട് പറഞ്ഞത്. ഏതായാലും അതിൽ തന്നെ വിവിധ ആളുകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ തട്ടിപ്പുകളുടെ കേന്ദ്രമായി നിന്ന് പ്രവർത്തിച്ചിരുന്ന വിവിധ ആളുകളുണ്ട്. അന്നത്തെ കീഴ്ശാന്തിക്കാരായിട്ടുള്ള ആളുകളുണ്ട്, തന്ത്രിയുണ്ട്, അന്ന് ദേവസ്വം സെക്രട്ടറി ആയിട്ടുള്ള ആളുകളുണ്ട്. അത്തരത്തിൽ നിരവധി ആളുകളുണ്ട്. ഇവർക്കെതിരെയൊക്കെ അന്വേഷണം വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതായാലും ആരൊക്കെയാണ് ഇതിനകത്ത് യഥാർത്ഥ പ്രതികൾ, ആരൊക്കെയാണ്, ഏത് പാളയത്തിലുള്ളവരാണ് എന്നുള്ളത് ഈ അന്വേഷണം പൂർത്തിയാകുന്ന ഘട്ടത്തിലാണ് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുക. നിലവിലിപ്പോൾ ഓരോരുത്തരായി, അതായത് കോൺഗ്രസിനകത്തുള്ള ഓരോ നേതാക്കളുമായും ഈ പ്രതികൾക്ക് ബന്ധമുണ്ട്. ഇവർ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിന്റെ ഗൂഢാലോചന നടന്നിട്ടുള്ളത് ബംഗളൂരുവിൽ വെച്ചാണ് എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി ഉൾപ്പെടെ ഇത് സംബന്ധിച്ചുണ്ട്. ഏതായാലും അതേ ബംഗളൂരുവിൽ വെച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടൂർ പ്രകാശും കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത്. അത് എന്തിനായിരുന്നു ആ കൂടിക്കാഴ്ച, എന്തുപഹാരമാണ് സ്വീകരിച്ചിട്ടുള്ളത്, ആ ഉപഹാരത്തിന് പകരം എന്തുപകാരമാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത് തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. ഏതായാലും കോൺഗ്രസും അടൂർ പ്രകാശും ആന്റണിയും ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനകത്ത് മറുപടി പറയേണ്ടതായി വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഭദ്ര.